ഇതൊരു അവയർനെസ് വീഡിയോ ആണ് കേട്ടോ. നിങ്ങൾ മയ്യത്താവാതിരിക്കാൻ വേണ്ടിയിട്ട് മലപ്പുറത്തൂടെ, അതായത് രാമനാട്ടിലേക്കോ അതോ യൂണിവേഴ്സിറ്റിയിലേക്കോ പോകുന്ന ആൾക്കാരാണെങ്കിൽ നിങ്ങളെങ്കിൽ ഡെഫിനറ്റ്ലായിട്ട് ഇതൊന്ന് കണ്ടിരിക്കുന്നുണ്ടെന്ന് ഞാൻ അപേക്ഷിക്കുകയാണ് കേട്ടോ. സർവീസ് റോഡിൽ കൂടെയാണ് നിങ്ങൾ പോകുന്നതെങ്കിൽ ദയവായിട്ട് 2 or 3 ഹെൽമെറ്റ് വെച്ചിട്ട് മാത്രം പോകുക. അല്ലെങ്കിൽ കാറിൽ പോകാൻ പറ്റുമെങ്കിൽ അങ്ങനെ ചെയ്യാം കേട്ടോ. അല്ലെങ്കിൽ ഉറപ്പാണ് നിങ്ങൾക്ക് എന്തെങ്കിലും പറ്റും. ഞാനിത് ഉറപ്പായിട്ട് പറയാണ്. ഞാനും എൻ്റെ ഫാമിലി ഇന്ന് ബൈക്കിൽ നിന്ന് വീണ് എന്തെങ്കിലും കാര്യമായിട്ട് പറ്റേണ്ടതായിരുന്നു. എൻ്റെ ചെറിയ മോനുണ്ട്, 1.5 വയസ്സുള്ള മോനും ഉണ്ടായിരുന്നു. വൈഫും ഞാനും അവിടെ നിന്ന് ഈ നമ്മുടെ മലപ്പുറം സൈഡിൽ നിന്ന് രാമനാട്ടിലേക്ക് വരുമായിരുന്നു. അപ്പം ഒരു ഓട്ടോ ചേട്ടൻ ഇതാ നമ്മളിപ്പം കാണാം ഒരു ബൈക്കേട്ടൻ വരുന്ന പോലെ അങ്ങോട്ട് പെട്ടെന്ന് വന്നു. അതുകൊണ്ടാണ് ഞാനിപ്പോൾ നമ്മൾ പഠിക്കുമല്ലോ, ചൂടുവെള്ളത്തിൽ വീണ പൂച്ച പച്ചവെള്ളം കണ്ടാൽ പേടിക്കുന്നു പറഞ്ഞ പോലെ ഞാനിപ്പോൾ സെക്കൻഡ് ട്രാക്കിൽ കൂടിയാണ് വണ്ടി ഓടിക്കുന്നത്. കാരണം എനിക്ക് പേടിയാണ്, എനിക്ക് എൻ്റെ ലൈഫ് കൊണ്ട് സ്പോയിൽ ചെയ്യാൻ വയ്യ. ഇനിയും കുറേ ചേട്ടന്മാരെ ഞാൻ കാണിച്ചു തരാം കേട്ടോ ഇങ്ങനെ ചെയ്യുന്ന. ഇത് സ്പെഷ്യൽ ലോ ആണ്. എനിക്ക് തോന്നുന്നു സർവീസ് റോഡ്, മലപ്പുറം സർവീസ് റോഡിലേക്ക് മെയിനായിട്ട് പറഞ്ഞ് ചെയ്യിപ്പിച്ചതാണെന്ന് തോന്നുന്നു കേട്ടോ. ഞാൻ കോഴിക്കോട് ബൈപ്പാസിൽ അത്ര കണ്ടിട്ടില്ല. ഞാൻ എന്നും യാത്ര ചെയ്യുന്നതാണ്. ഞാൻ എന്നും യാത്ര സർവീസ് റോഡ് കൂടെ തന്നെയാണ് മെയിനും ചെയ്യാറ് കേട്ടോ. കുറച്ച് സ്ഥലത്ത് സർവീസ് റോഡ് ഇല്ല, അതുകൊണ്ട് മെയിൻ ഹൈവേ കൂടെ പോകാറുണ്ട്. അപ്പോൾ ഇപ്പം നേരത്തെ കണ്ടോ നിങ്ങൾ, പെട്ടെന്ന് ഞാൻ ഇതാക്കിയതാണ്, കുട്ടീൻ്റെ മുഖമൊന്നും കാണിക്കേണ്ട, ചെറിയ മോളെ വെച്ചിട്ടാണ് ആ ഏട്ടൻ പോകുന്നത്. ആ ഏട്ടനൊക്കെ ഏട്ടാ എന്ന് വിളിക്കണോ എന്ന് എനിക്ക് ഡൗട്ടുണ്ട്. ഇനി നിങ്ങൾക്കൊരു ഘോഷയാത്ര കാണാം. നമ്മുടെ റോങ് സൈഡിലൂടെ എങ്ങനെ പോകണം, അതും എങ്ങനെ അച്ചടക്കത്തിൽ പോകണം എന്ന് ആൾക്കാർ പഠിപ്പിച്ചു തരും കേട്ടോ. ഈ ബസ് സ്റ്റോപ്പിൽ ഇരുന്നാൽ മതി. നമ്മളെ ഇടിമുഴിക്കൽ ബസ് സ്റ്റോപ്പാണ് കേട്ടോ ഇത്. ഇവിടെ നിന്ന് കഴിഞ്ഞാൽ കാണാം നിങ്ങൾക്ക്. ഇനി ഏതെങ്കിലും പോലീസ് മാമ്മമാർക്ക് എന്തെങ്കിലും തരത്തിൽ പെറ്റി അടിക്കണം എന്നുണ്ടെങ്കിൽ ഇവിടെ വന്നിരുന്നാൽ മതി. ഒരുപാട് ആൾക്കാർ കാണുന്നുണ്ട് കേട്ടോ. ഇത് സർവീസ് റോഡ് 2 ലൈനാണെന്ന് വിചാരിക്കാം, എന്നാലും ഈ സൈഡിൽ കൂടിയാണോ പോകേണ്ടത്? ഈ ഒരു പൊസിഷനിലാണ് ഞാൻ ഇന്ന് ആക്സിഡൻ്റ് ആവേണ്ടതായിരുന്നു. ആ ഏട്ടനോട് ചോദിച്ചപ്പോൾ മൂപ്പര് പറഞ്ഞു നോക്കി വണ്ടി ഓടിക്കടാന്ന്. ഞാൻ ആരടുത്തേക്കാണ് നോക്കേണ്ടത്? ഞാൻ ലെഫ്റ്റ് സൈഡിൽ കൂടിയാണ് വണ്ടി ഓടിച്ചത്. ഞാൻ ഏത് സൈഡിൽ കൂടിയാണ് വണ്ടി ഓടിക്കേണ്ടത്? നിയമം മാറിയത് ഞാൻ അറിഞ്ഞില്ല കേട്ടോ. സത്യം പറയാം, നിയമം മാറിയത് ഞാൻ അറിഞ്ഞിട്ടില്ല. ഇത് ആ ചേട്ടൻ കാണുകയാണെങ്കിൽ, ചേട്ടാ അന്ന് എനിക്ക് എൻ്റെ ഭാഗ്യം കൊണ്ട് ഞാൻ എൻ്റെ ജീവിതം രക്ഷപ്പെട്ടു. എൻ്റെ മോൻ എന്തെങ്കിലും പറ്റിയിട്ടുണ്ടായിരുന്നെങ്കിൽ ഇതേപോലെ ഒന്നും ആവില്ലായിരുന്നു കേട്ടോ. അതുകൊണ്ടാണ് പറഞ്ഞത്, ഒരുപാട് ആൾക്കാർ നിങ്ങൾ ഫാമിലി ആയിട്ടാണ് ഇതിലെ പോകുന്നതെങ്കിൽ നിങ്ങളുടെ കൂടെയുള്ള ഒരാൾക്ക് എന്തെങ്കിലും പറ്റിക്കഴിഞ്ഞാൽ ആരും ഇതിന് സമാധാനം പറഞ്ഞാൽ നിങ്ങളുടെ ഉത്തരവാദിത്തമായിരിക്കും കേട്ടോ. സത്യം പറയാലോ, ഇത് ഡേഞ്ചറസ് ആണ്, വളരെ ഡേഞ്ചറസ് ആണ്. ഇത് നിർത്തിയിട്ടില്ലെങ്കിൽ ഒരുപാട് ആൾക്കാർ മരിക്കും. മരിച്ചു കഴിഞ്ഞിട്ടാണ് തീരുമാനം എടുക്കാമെന്ന് വിചാരിച്ചിരിക്കുകയാണെങ്കിൽ ഒന്നും പറയാനില്ല. നിയമത്തിൽ ഇതാരെങ്കിലും കാണുകയാണെങ്കിൽ ഡെഫിനറ്റ്ലി എന്തെങ്കിലും ഒരു തീരുമാനം ഇതിൽ ചെയ്യണമെന്ന് ഞാൻ വിനീതമായിട്ട് അഭ്യർത്ഥിക്കുന്നു കേട്ടോ. എനിക്ക് അനുഭവം വന്നുകൊണ്ടാണ് ഞാൻ പറയുന്നത്. ദയവായി സൂക്ഷിക്കുക കേട്ടോ. 2 പ്രാവശ്യം ചിന്തിക്കുക. ഞാൻ ഒരാളോട് മാറി ഓടിക്കാൻ പറഞ്ഞപ്പോൾ പോടാ എന്നാണ് എന്നോട് പറഞ്ഞത് കേട്ടോ. അപ്പോൾ ഒന്നും പറ്റാതിരിക്കുക.